കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള ദൃശ്യങ്ങളാണ്. അത്യാഹിത വിഭാഗത്തിലാണ് പുകയുന്നത്. ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒരുപാട് രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ എത്തിയ സമയത്താണ് ഇത്തരത്തിൽ പുകയുന്നത്. വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ശബ്ദം കേട്ടു. അതിന് പിന്നാലെ പുക ഉയരുകയാണ് എന്നാണ് അവിടെ എത്തിയ രോഗികളും കൂട്ടിരിപ്പുകാരും പറയുന്നത്. പക്ഷേ എന്താണ് ഇതിന്റെ കാരണമെന്നോ എന്താണ് സംഭവിച്ചതോ എന്നോ ഇതുവരെ വ്യക്തമായിട്ടില്ല. അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി പുക അവിടെ നിന്ന് നീക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിൽ നടക്കുന്നത്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ അമൽ വിജയ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അമൽ വിജയ്, അവിടെ എന്താണ് സംഭവിച്ചത്? എവിടെ നിന്നാണ് ഈ പുക ഉയർന്നത് എന്നൊക്കെ ഒരു വ്യക്തത വന്നു. ഇപ്പോൾ അവിടുത്തെ രോഗികളൊക്കെ പറയുന്നത് ഒരു വലിയ പൊട്ടിത്തെറി ശബ്ദം കേട്ടു എന്നാണ്. എന്താണ് അവിടെ ഉണ്ടായത്? അതെ, പറഞ്ഞത് കേട്ടത് പ്രകാരം MRI സ്കാൻ എടുക്കുന്ന സെന്ററിന് മുന്നിൽ സമീപത്തുള്ള AC വെന്റിലേറ്ററിന്റെ ഉള്ളിൽ ഒരു ബ്ലാസ്റ്റ് കേൾക്കുകയും അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള പുകയാണ്. ഇപ്പം പുക വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സിന്റെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. രോഗികളൊക്കെ ഏതാണ്ട് കുറെ പേരെയൊക്കെ മാറ്റി കഴിഞ്ഞു. ഇപ്പോഴും റെസ്ക്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, അതേ ആശുപത്രിയിലെ തന്നെ വേറെ വിഭാഗത്തിലേക്കാണോ മാറ്റുന്നത് അതോ മറ്റു ആശുപത്രികളിലേക്കാണോ മാറ്റുന്നത്? അതെ, അതീവ പരിചരണ വിഭാഗത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന രോഗികളെ ഇത് NMCHലുള്ള ENT ICU, മെയിൽ ആൻഡ് ഫീമെയിൽ സർജിക്കൽ ICU, പിന്നെ മറ്റ് യെല്ലോ ഏരിയകളിലുള്ള പേഷ്യൻസിനെയൊക്കെ വാർഡുകളിലേക്കും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ മറ്റു ഹോസ്പിറ്റലുകളിലേക്ക്, മെയിനായിട്ട് ബീച്ച് ഹോസ്പിറ്റലിലേക്കൊക്കെ മാറ്റിക്കൊണ്ടിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടറുടെ സ്കാനിംഗ് മെഷീൻ ആണോ പൊട്ടിത്തെറിച്ചത്? എന്താണ് ഈ പൊട്ടിത്തെറി? സ്കാനിംഗ് മെഷീൻ അല്ല. ഇപ്പോൾ കേട്ടത് പ്രകാരം അതിന് മുന്നിലുള്ള AC വെന്റിലേറ്ററിൽ നിന്നാണ് ബ്ലാസ്റ്റും പുകയൊക്കെ വന്നിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട് ആണ് പ്രാഥമികമായിട്ട് കാരണമായിട്ട് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമല്ല. ശരി, ഡോക്ടർ ഇപ്പോൾ ഇവിടെ സംഭവ സ്ഥലത്തുണ്ടോ? ആശുപത്രിയിലുണ്ടോ? ഹലോ, ഡോക്ടറുടെ ആശുപത്രിയിലുണ്ടോ? ഉണ്ട്. കാഷ്വാലിറ്റിക്ക് സമീപമാണുള്ളത്. ഇവിടെ തിരക്കാണ്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഇവിടെ മൊത്തം തിരക്കാണ്. ഹലോ, ശരി ഡോക്ടർ, അവിടെ തീപിടുത്തം ഉണ്ടായിരുന്നു. ഈ പൊട്ടിത്തെറി ശബ്ദം കേട്ടു, അതിന് പിന്നാലെ പുക ഉയർന്നു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതും അവിടെ നിന്നുള്ളവർ പറഞ്ഞു കേട്ടതും. തീപിടുത്തമോ മറ്റും ഉണ്ടായോ അതിന് പിന്നാലെ? ശരി, എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലാണ് വലിയൊരു പൊട്ടിത്തെറി ശബ്ദമുണ്ടായത്. AC വെന്റിലേഷനിൽ നിന്ന് ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ളതാണ് ഡോക്ടർ അമൽ പറയുന്നത്. അവിടെയുള്ള രോഗികൾ പറയുന്നതും അത് തന്നെയാണ്. വലിയ രീതിയിലുള്ളൊരു പൊട്ടിത്തെറി ശബ്ദം കേട്ടു, അതിന് പിന്നാലെ അവിടെ നിന്ന് പുക ഉയരുന്നതാണ് കണ്ടത് എന്നാണ്. എന്തായാലും രോഗികളെയും കൂട്ടിരിപ്പുകാരെയും എല്ലാം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആശുപത്രിയിൽ തന്നെ മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അത്യാഹിത വിഭാഗത്തിലാണ് ഇതുണ്ടായത്. ഒരുപാട് രോഗികൾ ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ. എന്തായാലും എല്ലാവരെയും സുരക്ഷിതമായി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. രാഹുൽ KV തുടരുന്നുണ്ട് അവിടെ നിന്ന്. രാഹുൽ, എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? നേരത്തെ അമൽ എന്ന ഡോക്ടർ നമ്മളോട് പ്രതികരിച്ചപ്പോൾ AC വെന്റിലേഷൻ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് പൊട്ടിത്തെറിയുടെ കാരണമെന്ന് വ്യക്തമായോ? പുക പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞോ? പുക പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തത്സമയ ദൃശ്യങ്ങളാണ്. ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ്, പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ പുക മാറ്റുന്നതിനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഫയർഫോഴ്സിൻ്റെ ഈ പുക പുറത്തേക്ക് സക്ക് ചെയ്ത് വലിച്ച് കളയുന്ന വിധത്തിലുള്ള ഈ പൈപ്പ് പോലെയുള്ള സാധനമൊക്കെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ അത് നിയന്ത്രണ വിധേയമായിട്ടില്ല നിലവിലെന്നതാണ് പ്രദേശമാകെ തന്നെ. ഈ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് വയറുകളൊക്കെ കത്തിയ വിധത്തിലുള്ള ഈ ഗന്ധം കൂടി ഇങ്ങനെ ഉണ്ട്. ഏതായാലും അകത്ത് ഈ പുക കളയുന്നതിനുള്ള പരിശ്രമം അത് ഇങ്ങനെ പുരോഗമിച്ചു തന്നെ വരികയാണ്. രോഗികളെയൊക്കെ തന്നെ മാറ്റുന്നതിനാണ് ആദ്യമേ പ്രഥമ പരിഗണന നൽകിയത്. നമുക്ക് ആ ദൃശ്യത്തിൽ മനസ്സിലാകും. നല്ല തിരക്ക്, ആളുകളൊക്കെ ഒരുപാട്, രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ വിധത്തിൽ പൊട്ടിത്തെറിയും പുക ഉയരുന്ന സംഭവം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കഴിവതും ആളുകൾ പുറത്തേക്ക് ഇറങ്ങി ഓടി ബാക്കിയുള്ള രോഗികളെ പോലീസ്, ആശുപത്രിയിലെ ജീവനക്കാർ, സന്നദ്ധ പ്രവർത്തകർ ഒക്കെ തന്നെ എത്തിക്കൊണ്ടാണ് മാറ്റിയത്. പിന്നീട് ആംബുലൻസുകളുടെ വരിവരിയായുള്ള പോക്കായിരുന്നു. നമ്മൾ ഈ കോഴിക്കോട് ടൗൺ ഭാഗത്ത് നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോൾ ആംബുലൻസുകൾ നിരനിരയായി പോവുകയായിരുന്നു. അതായത് ഇവിടെ ഉള്ള രോഗികളെ കഴിവതും ആളുകളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ മറ്റിടങ്ങളിലേക്ക് മാറ്റി ബാക്കിയുള്ള ആളുകളെ കോഴിക്കോട് നഗരത്തിലുള്ള മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റി എന്നുള്ളതാണ്. ബീച്ച് ജനറൽ ആശുപത്രി അതുപോലെ മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്കൊക്കെ നിലവിലേതായാലും മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും കാണാം ആംബുലൻസ്
പോകുന്നത് കാണാം. ഒപ്പം തന്നെ ഈ മറ്റു രോഗികളുമായി വന്ന ആംബുലൻസുകൾ ആശുപത്രിയിലേക്ക് കയറാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പുറത്തു നിന്ന് തിരികെ പോവുക ഒക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ആശ്വാസം എന്ന് പറയാൻ കഴിയുക പരമാവധി രോഗികളെ ഒക്കെ തന്നെ കഴിവതും വേഗത്തിൽ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലാണ് പുകയുയർന്നത്. ഫയർഫോഴ്സ് എത്തി അവിടുന്ന് പുക മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. രാഹുൽ KV സംഭവ സ്ഥലത്തുണ്ട്.